പ്രധാനമന്ത്രിയുടെ വരവും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രീ ജിതിൻ, സാബു ജേക്കബിനെ തന്നെ മത്സര രംഗത്തിറക്കിക്കൊണ്ടുള്ള നീക്കങ്ങളാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആ നിലയിൽ മത്സരിപ്പിച്ച് ഒരു ഇടത്തെങ്കിലും ശക്തി തെളിയിക്കുക എന്നതാണ് ഈ സഖ്യം വന്നതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അത്തരം നീക്കം തന്നെ ആയിരിക്കുമോ നടത്തുക? ഞാൻ അതിലേക്കൊക്കെ വരാം. അതിന് മുമ്പ് ശ്രീ അരുൺകുമാർ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ. അദ്ദേഹം ഈ കുന്നത്ത് നാടില് 2020 മുട്ടുകുത്തിച്ച് സംഭവം പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ പോയിട്ട് നമ്മുടെ ആ LST ഇലക്ഷന്റെ റിസൾട്ട് നോക്കുക. കുന്നത്ത് നാടില് ഞാൻ മനസ്സിലാക്കുന്നത് LDF കിട്ടിയത് ഒരു സീറ്റാണ്. അതും 2020 4 വോട്ടിന് ജയിച്ചാണ്. അവിടെ BJP-യുടെ 66 വോട്ടും കൂടെ 2020 ഇപ്പൊ ചേർന്നാണെങ്കിൽ ആ സീറ്റ് ഞങ്ങൾ ഈ 2020 കിട്ടിയത്. അതേപോലെ തന്നെ 20-ാം നമ്പർ വാർഡില് BJP-യുടെ വോട്ട് 2020 ഇപ്പൊ ചേർത്ത് വെച്ചിരുന്നുണ്ടെങ്കിൽ UDF അവിടെ തോറ്റേനെ. അപ്പം ഇതിനു മുമ്പാണ് ഈ സഖ്യം വരുന്നതെന്നുണ്ടെങ്കിൽ എപ്പോഴേ ഈ കുന്നത്ത് നാടിന്റെ ചരിത്രം അരുൺകുമാറിന് പറയാൻ പറ്റത്തില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ ഒരു കാര്യം, സംസ്ഥാന സർക്കാർ അനുവദിക്കുന്ന പണമെടുത്ത് പദ്ധതികൾ നടപ്പിലാക്കിയതിന്റെ അതിന്റെ മേലിനടിക്കാൻ ആ കക്ഷി 2020 ശ്രമിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ആർഗ്യുമെന്റ്. നിങ്ങൾ ചെയ്യുന്നത് അത് തന്നെയല്ലേ? ഹെൽത്ത് ഗ്രാന്റ് കൊണ്ട് ആശുപത്രി കെട്ടിടം പണിയുക, ആയുഷ്മാൻ ആരോഗ്യമന്ത്രി എന്ന് പേരിടാൻ പറയുമ്പോൾ ഇടാൻ പറ്റത്തില്ലെന്ന് പറയുക, പിന്നെ പൈസയ്ക്ക് വേണ്ടിയിട്ട് അത് ഇടുക, ആവാസ് യോജനയുടെ പൈസ ലൈഫിന്റെ കൂടെ ചേർത്ത് വെച്ച് ജനങ്ങൾക്ക് കൊടുക്കുക, പിന്നെ കിസാൻ സമ്മാൻ നിങ്ങളുടെയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് കതിർ എന്ന് പറഞ്ഞൊരു എന്താ പറയുക വർക്ക് ചെയ്യാത്ത ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കി വെച്ചിട്ട് കാർഷിക സഹായം കിട്ടുന്ന ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുക. ഇവിടെ ആയുഷ്മാൻ ഭാരത് 70 വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കാതിരിക്കുക. നിങ്ങൾ കാണിക്കുന്ന കാര്യങ്ങളൊക്കെയാണത്. പിന്നെ പച്ചക്കറി കിറ്റും ഒക്കെ കൊടുക്കുന്നതിനൊക്കെ നിങ്ങൾ ഇങ്ങനെ വിമർശിക്കരുത്. നിങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് അധികാരമൊക്കെ പിടിച്ചെടുത്ത് കേരളത്തിൽ മുന്നോട്ട് പോയതെന്ന് അങ്ങ് മനസ്സിലാക്കണം. അതുകൊണ്ട് വെറുതെ ഒരാള് ഞങ്ങൾക്കൊപ്പം വന്നില്ല, കിട്ടാത്ത മുന്തിരി പുളിക്കുമ്പോൾ ആ പുളിപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ, ഇത്തരത്തിലുള്ള ബാലിശമായ ആർഗ്യുമെന്റ്സ് പറയരുത് എന്ന് ഞാൻ അങ്ങേ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം ഇതിനകത്ത് ലോഹയുടെ പേടകം പറയുമ്പോൾ വേണിച്ചേട്ടന് നൊന്തു. അപ്പൊ അങ്ങേക്കുള്ള മറുപടിയും ഈ കാര്യത്തിലായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ രേണുക ചോദിച്ച ചോദ്യം, ഈ 2020-യുടെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാകും? സാബു ജേക്കബ് മത്സരിക്കുമോ അതോ മറ്റാരും മത്സരിക്കുമോ ഒന്നും പറയാൻ BJP-ക്ക് സാധിക്കില്ല. ഞാൻ അതിനുള്ള ഉത്തരം അങ്ങേക്ക് ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു. കാരണം ഇത് രണ്ടുപേരും ആശയപരമായിട്ടും പ്രത്യയശാസ്ത്രപരമായിട്ടും ഒക്കെ വ്യത്യാസമുള്ളത് കൊണ്ടാണല്ലോ രണ്ട് കക്ഷികളായി ഒരു മുന്നണിയിൽ ചേർന്ന് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ഒന്നിച്ചാൽ പോരെ. നരേന്ദ്രമോദിജി വരുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം ഞങ്ങൾക്ക് കിട്ടിയാൽ ഞങ്ങൾ നരേന്ദ്രമോദിജിയെ കൊണ്ടുവന്ന് 45 ദിവസത്തിനകത്ത് തിരുവനന്തപുരത്തിന്റെ വികസനത്തിന്റെ ബ്ലൂ പ്രിന്റ് ഞങ്ങൾ പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞു. നാളെ മോഡിജി വരുന്നു. ആ വികസനത്തിന്റെ ബ്ലൂ പ്രിന്റ് ഞങ്ങൾ ജനങ്ങൾക്ക് വെക്കും. തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു ദിശാസൂചികയാണ്. പോകരുത്, ഒറ്റ കാര്യമാണ്, ദിശാസൂചികയാണ്. ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP മുന്നോട്ട് വെക്കുന്ന വികസന രാഷ്ട്രീയം കേരളം മുഴുവൻ ചർച്ച ചെയ്യും. കേരളത്തിൽ ഞങ്ങൾ കേവലം 1 സീറ്റോ 2 സീറ്റോ നേടാനായിട്ട് മത്സരിക്കുന്ന പാർട്ടിയായിട്ടോ മുന്നണിയായിട്ടോ രേണുക കണക്കാക്കരുത്. 2020-യുടെ വരവോടുകൂടി ഇനി വരാൻ പോകുന്ന മറ്റ് ആൾക്കാർ വിസ്മയം ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. VD സതീശൻ വിസ്മയത്തിന്റെ പുറകെ പോയപ്പോൾ BJP-യുടെ വിസ്മയം തീർക്കുകയാണ്. ഈ വിസ്മയത്തിന്റെ ഭാഗമായിട്ട് ധാരാളം ആൾക്കാർ ഈ പാർട്ടിക്കൊപ്പം വരും. നല്ല നല്ല കാൻഡിഡേറ്റുകൾ ഫീൽഡിലുണ്ടാകും. ആ വഴി കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് ഷെയറും ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായിട്ടും മുന്നണിയായിട്ടും BJP-യും NDA-യും ഈ തെരഞ്ഞെടുപ്പിൽ മാറും. ആ സമയത്ത് രേണുക ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് സന്തോഷത്തോടെ പറയാൻ സാധിക്കും, BJP കേരളത്തിൽ ഉണ്ടാക്കിയ മുന്നേറ്റത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് വലിയ ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കാൻ സാധിക്കും. ശരി ശ്രീ ജിതിൻ, ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. നാളെ പ്രധാനമന്ത്രിയുടെ വരവ് തലസ്ഥാനത്തെ പിടിച്ചുലയ്ക്കുന്ന ചില പ്രഖ്യാപനങ്ങൾ എന്ന നിലയിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയായിരുന്നു നൽകിയിരുന്നതെങ്കിൽ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തയനുസരിച്ച് അതിവേഗപാത പ്രഖ്യാപനം പ്രധാനമന്ത്രി നാളെ നടത്തും എന്ന സൂചനകൾ ഉൾപ്പെടെ വരുന്നു. അങ്ങനെ കേരളത്തെ ആകെ വിസ്മയിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കണമോ? അതൊന്നും എനിക്കറിയില്ല രേണുക. പ്രധാനമന്ത്രിയുടെ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കാര്യം എന്നുള്ളത് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ഈ പറഞ്ഞ മാധ്യമപ്രവർത്തകർ എത്രയോ കാലമായി BJP ഓഫീസിൽ ചുറ്റുപാട് കറങ്ങുകയാണ്, ഡൽഹിയിലും മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ. ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ? പ്രധാനമന്ത്രി വരുമ്പോൾ അദ്ദേഹം എന്തൊക്കെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്? തിരുവനന്തപുരത്തിന്റെ സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുവാൻ വേണ്ടിയിട്ട്, തിരുവനന്തപുരത്തിന്റെ വികസനം സാധ്യമാക്കാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ വലിയ വിദഗ്ധരമായിട്ടുള്ള കൂടിയാലോചനകളൊക്കെ നടത്തിയതിനു ശേഷം തയ്യാറാക്കിയിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് അദ്ദേഹത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം അവിടെ സംസാരിക്കും എന്നുള്ളതാണ് മറ്റുള്ള ജനങ്ങളെ പോലെ എന്റെയും പ്രതീക്ഷ. അതെന്താണ് എന്നുള്ളതിന് നമ്മൾ കുറച്ച് മണിക്കൂറുകൂടെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. പ്രധാനമന്ത്രി എന്ത് പറയുന്നു എന്ന് മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും എനിക്കില്ല. ശരി. എന്തായാലും വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകുമെന്ന സൂചനകളാണ് ഇതിനോടകം വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സാബുവിനോട് പറഞ്ഞതുപോലെ തന്നെ BJP-യിലേക്ക് സാബു ജേക്കബ് എന്ന വാർത്ത ഞങ്ങൾ എത്രയോ മുൻപ് കൊടുത്തിരുന്നതാണ്. അപ്പോൾ ആ നിലയിൽ നടക്കുന്ന ചർച്ചകളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ NDAയ്ക്കൊപ്പം നിൽക്കുന്ന തരത്തിലേക്ക് എത്തിയത്. മാധ്യമങ്ങൾ ഒന്നും അറിയില്ല എന്ന് താങ്കൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. അത്തരം ചില വാർത്തകൾ ഞങ്ങൾ തന്നെ കൊടുത്തിരുന്നതാണ്. ശ്രീ അരുൺ